നമസ്കാരം. ഞാനിന്നിപ്പോൾ വർക്കല ക്ലിഫിലാണുള്ളത്. ക്ലിഫിൽ വന്നപ്പോൾ ഒരു വണ്ടി കണ്ടു. ടൊയോട്ടയുടെ ഒരു വണ്ടി ദുബൈയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. 6 മാസത്തെ ഒരു പെർമിഷനൊക്കെ എടുത്ത് കൊണ്ടുവന്നതാണ്. ഇപ്പോൾ അങ്കമാലിയിലുള്ള കുറച്ച് സുഹൃത്തുക്കളാണ് ഇപ്പോൾ ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അത് കൊണ്ടുവന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അവർ ഈ വണ്ടി കൊണ്ടുവന്ന് ബാക്കി കാര്യങ്ങളെന്ന് പറയും. എന്താണ് ഇത്? ദുബായിൽ നിന്ന് നടന്നാണ് 6 മാസത്തേക്ക് കാർനെറ്റ് എന്ന് പറയും. കാർനെറ്റ് വഴി. ഇത് ഏത് മോഡൽ ഏതാ? 2015 ടൊയോട്ട ടുണ്ട്ര. അപ്പോൾ ഇത് ഗൾഫിലൊന്നും ഞാൻ അധികം കണ്ടിട്ടില്ലല്ലോ ഈ വണ്ടി. ഗൾഫിൽ ഇത് റയറാണ്. ഇത് അമേരിക്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരണം. അമേരിക്കൻ സ്പെക്ക് വണ്ടിയാണ്. ഇതിപ്പോൾ എങ്ങനെ ഇവിടെ ഇമ്പോർട്ട് ചെയ്തത്? ഷിപ്പിലാണോ? അങ്ങനെ ഷിപ്പിൽ കൊണ്ട് 7 ദിവസം കൊണ്ടെത്തും. 7 ദിവസം കൊണ്ട് കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ അതിൻ്റെ എക്സ്പെൻസ് ഒക്കെ എങ്ങനെയാണ് വണ്ടി കൊണ്ടുവരുന്നത്? വണ്ടി കൊണ്ടുപോകാനായിട്ടൊരു 4 ലക്ഷം രൂപയുടെ അടുത്ത് ചിലവുണ്ട്. കൊണ്ടുപോകാനായിട്ട് 6 മാസത്തേക്ക്. പിന്നെ ഗൾഫിലൊരു 35,000 ദിർഹംസ് ക്യാഷ് ഡെപ്പോസിറ്റ് വെക്കണം. 1 ലക്ഷത്തിൻ്റെ ചെക്കും വെക്കണം. അത് നമ്മൾ തിരിച്ചെല്ലുമ്പോൾ റിട്ടേൺ കിട്ടും. പിന്നെ 6 മാസമാണ് വാലിഡിറ്റി. 6 മാസത്തിനുള്ളിൽ നമ്മൾ കൺട്രി എത്തിയിട്ട് 6 മാസം ചെന്നില്ലേ പിന്നെ ഫൈൻ ഉണ്ടാവില്ല. പിന്നെ ഫൈൻ ഉണ്ടാവും. അപ്പോൾ ഇവിടെ കേരള ഗവൺമെൻറ് എന്തെങ്കിലും ലൈസൻസോ അങ്ങനെ എന്തെങ്കിലും? ടാക്സ് അടയ്ക്കണം. മാസം ടാക്സ് അടയ്ക്കണം. എത്ര വരുന്നുണ്ട്? ആദ്യത്തെ മാസം ഒരു 10,000, പിന്നെ മാസം 5,000 വെച്ച് ഫൈൻ അടയ്ക്കണം. പിന്നെ ഒരു ഇൻഷുറൻസ് ടാക്സ് അടയ്ക്കണം. പിന്നെ ഒരു ഇൻഷുറൻസ് തന്നെയുണ്ട്. ഒരു 10,000 രൂപ ഇൻഷുറൻസ് വേണ്ടി. ഓക്കെ. ദുബൈയിൽ എന്ത് ബിസിനസ്സാണ് നിങ്ങൾ ചെയ്യുന്നത്? എനിക്കവിടെ ജിമ്മാണ്. സുഹൃത്തുക്കളെല്ലാം അവിടെ ഉള്ളതാണോ അതോ അവിടെ ഉണ്ടോ അതോ ഇവിടെ നാട്ടിലാണ്? ഇവരൊക്കെ ഇവിടെ നാട്ടിലെല്ലാം അങ്കമാലിക്കാരാണ്. അത് ശരി. ഇപ്പോൾ വർക്കല ആദ്യമായിട്ടാണോ വരുന്നത്? വർക്കല ആദ്യമായിട്ട്. ഇന്നലെ ന്യൂ ഇയർ ആയിട്ട് വന്നു. ഇന്നലെ ഉണ്ടായിരുന്നു. എവിടെ സ്റ്റേ ചെയ്തേ? ഇന്നലെ ഇവിടെ അടുത്ത് എന്താ പേരെന്താ, ഒരു ഹോം സ്റ്റേയിലാണ്. ഞാൻ എത്തിയപ്പോൾ നൈറ്റ് ലേറ്റ് ആയി. റൂമൊന്നും കിട്ടിയില്ല. അവസാനം ലാസ്റ്റ് തേടി തപ്പി ഒരെണ്ണം കണ്ടുപിടിച്ചാണ്. ശരി. പ്ലാൻ ചെയ്തതൊന്നല്ല. ഇന്നലെ രാത്രി ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. 12 മണി ന്യൂ ഇയർ കഴിഞ്ഞിട്ടാണ് പോയത്. ഞങ്ങൾ ശരിക്കും പെട്ടുപോയി. ഞങ്ങൾ ന്യൂ ഇയർ ഭയങ്കര 2 കിലോമീറ്റർ അപ്പുറത്ത് വണ്ടി പെട്ടുപോയി. ശരി. ഭയങ്കര ബ്ലോക്കായിരുന്നു. നമുക്കിതിൻ്റെ ഉൾവശം ഒന്ന് കാണാം. ഭയങ്കര ഹെവിയാണ് കേട്ടോ. ഡോറൊക്കെ നല്ല ഹെവി വെയിറ്റാണ്. അപ്പോൾ ഇതിനകത്തോട്ട് വന്നാൽ ഇതാണ് അതിൻ്റെ ഡാഷ്ബോർഡും കാര്യങ്ങളുമൊക്കെ. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ്. 5 സീറ്റാണുള്ളത്. ഫ്രണ്ടിൽ ഡ്രൈവർ, കോ ഡ്രൈവർ, ബാക്കിൽ 3 പേർക്ക് സുഖമായിട്ടിരിക്കാം. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് പിക്കപ്പ് പോലെ നമുക്ക് ലോഡൊക്കെ കയറ്റാം. അതിനങ്ങനെയുള്ളൊരു അറേഞ്ച്മെൻറ്റാണ്. ഇപ്പോൾ ആ ബാക്ക് സൈഡിൽ ഫുള്ള് 2 സ്റ്റെപ്പിന് വെച്ചിട്ടുണ്ട്. 2 സ്റ്റെപ്പിന് വെച്ച് അത് നിറച്ചേക്കാണ്. മറ്റു ലോഡൊന്നും കയറ്റാൻ പറ്റില്ല. ഇതൊരു അത്യാഡംബര വാഹനം തന്നെയാണ്. സാധാരണക്കാർക്ക് ഇത് കാണാൻ കിട്ടുന്നത് തന്നെ വലിയ ഭാഗ്യം എന്ന് പറയാം. ഇങ്ങനെയുള്ളൊരു വണ്ടി ഞാനിത് ഗൾഫിലോ നാട്ടിലോ ഇത് കണ്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഹെവി വെഹിക്കിൾ കാണുന്നത്. അത് റെഡ് പെയിൻ്റൊക്കെ അടിച്ച് വളരെ മനോഹരമായ റെഡും ബ്ലാക്കിൻ്റെ ഒരു കോമ്പിനേഷനോട് കൂടിയ ഒരു വണ്ടി. വളരെ രസകരമാണ്. ടൊയോട്ടയുടെ അതിഭീമകാരനായ ഒരു മോഡലാണിത്. ദുബൈ രജിസ്ട്രേഷൻ, ദുബൈ നമ്പർ ഒക്കെയാണ്. ദുബൈ Z95261 ഇതാണ് അതിൻ്റെ നമ്പർ പ്ലേറ്റ്. എന്തായാലും കൊള്ളാം. ഇതിപ്പോൾ വർക്കല ക്ലിഫിലാണുള്ളത്. ഇവിടെ നിന്ന് ഇവർ അങ്കമാലിക്കാരായ സുഹൃത്തുക്കളാണ്. അങ്കമാലിയിലോട്ട് നിന്ന് അവർ തിരിച്ചു പോകും. ഒരുപാട് ആൾക്കാർ ഇവിടെ ക്ലിഫിൽ വരുന്നുണ്ട്. വരുന്നവരൊക്കെ ഈ വണ്ടിയുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുകയും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ 6 മാസത്തേക്ക് കൊണ്ടുവന്ന ഒരുപാട് ഡെപ്പോസിറ്റൊക്കെ ചെയ്തു വേണം ഈ ഒരു വണ്ടി ഇവിടെ കൊണ്ടുവരാനായിട്ട്.